ഭാഗം 15. അമ്പലത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ധൈര്യത്തിന് വേണ്ടി നീതുവിനെ വിളിച്ചിരുന്നു. അവൾക്ക് പുറത്തായതുകൊണ്ട് വരാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. പിന്നീട് ഒരു ധൈര്യത്തിന്റെ പുറത്ത് പോവുകയായിരുന്നു. അമ്പലത്തിൽ ചെന്ന് ശ്രീകോവിലിന്റെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പോലും മനസ്സവിടെ ആയിരുന്നില്ലെന്ന് തോന്നി. ചുറ്റുമൊന്ന് പരതി നോക്കി. തിരഞ്ഞ മുഖം അവിടെയെങ്ങും കാണുന്നില്ല. പിന്നെ മിഴികൾ ആൾത്തറയിലേക്ക് നീണ്ടു. അവിടെ കുറേ ആളുകൾ ഇരിപ്പുണ്ട്. എങ്കിലും അവിടെ എങ്ങും ആളെ കണ്ടില്ല. ഇനി വരാതിരിക്കുമോ? അതായിരുന്നു മനസ്സിൽ നിലനിന്നിരുന്ന ചോദ്യം. രണ്ടും കൽപ്പിച്ച് ആരും നോക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി കുളത്തിന്റെ ഭാഗത്തേക്ക് നടന്നു. പടവുകൾ ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടിരുന്നു കുളത്തിൽ വെറുതെ കല്ലുകൾ പെറുക്കി കുളത്തിലേക്ക് ഓളം വെട്ടി കളിക്കുന്ന ആളെ. പുറംഭാഗം കണ്ടപ്പോൾ തന്നെ ആളെ മനസ്സിലായിരുന്നു. വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ഹൃദയം ഒന്ന് തുടിച്ചു. മനസ്സിൽ തോന്നിയത് തനിക്ക് വേണ്ടി, താൻ പറഞ്ഞ കാര്യത്തിന് വേണ്ടി ആദ്യമായി അവൻ വന്നിരിക്കുന്നു. തന്നെ കാണാൻ വേണ്ടി മാത്രം. നെഞ്ചിലിങ്ങനെ പഞ്ചാരിമേളം തുടികൊട്ടുന്നത് അവൾ അറിഞ്ഞു. അത് വല്ലാത്തൊരു അനുഭൂതി തന്നെയായിരുന്നു. മനസ്സിൽ നിറച്ചിരുന്ന സന്തോഷം അവൾ അറിഞ്ഞു. അനന്തുവേട്ട ഹൃദയം നിറഞ്ഞ വാക്കുകളിലൂടെ വിളിച്ചപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നു. മുഖത്തായി ഗൗരവഭാവം നിലനിൽക്കുന്നുണ്ട്. എങ്കിലും കറുത്ത രോമങ്ങൾ കൊണ്ട് മുഖത്താവരണം തീർത്ത ദീക്ഷയ്ക്കിടയിലെ ചുവന്ന ചുണ്ടുകൾ, അലസമായി കിടക്കുന്ന കറുത്ത മുടി, ഇടതൂർന്ന കൺപീലികളാൽ സമ്പന്നമായ നയനങ്ങളും അവനെ സുന്ദരനാക്കി. ഒരുപാട് നേരായോ വന്നിട്ട്? ഒരു ചിരിയോട് ചോദിച്ചു. വന്നതേയുള്ളൂ. ഒരു നിമിഷം കണ്ണെടുക്കാതെ അവൻ അവളെ തന്നെ നോക്കിപ്പോയിരുന്നു. അത്രമേൽ പ്രഭയായിരുന്നു അവളുടെ മുഖത്ത്. വിടർന്ന കണ്ണുകളും നീണ്ട നാസികയും ചുവപ്പും വെളുപ്പും ഇടകലർന്ന നിറവുമുള്ള ഒരുവൾ. ആ ഹൃത്തിൽ നിറമുള്ള ചിത്രം ഞാനോ? ചിന്തകൾ അവനെ ഒരുപാട് ദൂരം കൊണ്ടെത്തിച്ചു. സായാഹ്ന സൂര്യൻ അവൻ്റെ കുങ്കുമവർണ്ണം കൂടി അവൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. തന്നെ കണ്ടപ്പോഴേക്കും വാഗ പോലെ ചുവന്ന പെണ്ണ്. നീയെന്താ വല്ല ഫാഷൻ പരേഡിനും പോവാണോ? അമ്പലത്തിലേക്ക് തന്നെ വന്നതല്ലേ? മുഖത്തൽപ്പം ഗൗരവം വരുത്തി അവൻ ചോദിച്ചപ്പോൾ അല്പം ചമ്മലോടെ അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. അതിനുശേഷം അവനെ തൊട്ടരികിലായി ഇരിപ്പുറപ്പിച്ചു. ഒരു നിമിഷം അവനൊരു ബുദ്ധിമുട്ട് തോന്നാതിരുന്നില്ല. എങ്കിലും അവിടെ നിന്നും ചലിക്കുവാൻ മനസ്സനുവദിക്കുന്നില്ല. എപ്പോഴൊക്കെയോ മനസ്സെന്തൊക്കെയോ കൊതിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത്രമേൽ ചെറിയ കാലയളവിനുള്ളിൽ ഒരാൾക്ക് മറ്റൊരാളുടെ മനസ്സിൽ ഇടം നേടാൻ സാധിക്കുമോ? അങ്ങനെ സംശയങ്ങൾ ഏറെയായിരുന്നു. ഒരു കാര്യം മാത്രം ഉറപ്പായിരുന്നു. എന്തൊക്കെയോ ചലനങ്ങൾ തന്നിൽ സൃഷ്ടിക്കുവാൻ ഈ ചെറിയ സമയം കൊണ്ട് അവൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ കാണണമെന്ന് പറഞ്ഞത് അനന്തവേട്ടന് ബുദ്ധിമുട്ടായി അല്ലേ? എനിക്കിങ്ങനെ കാണുന്നതും വരുന്നതും ഒന്നും ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്ക് പക്ഷെ എപ്പോഴും അനന്തവേട്ടനെ എപ്പോഴും കാണാൻ തോന്നും. അത് നിൻ്റെ പ്രായത്തിൻ്റെ കുഴപ്പമാണ്. അല്ല, എത്ര കാലമായിട്ട് ഞാൻ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഇഷ്ടമാണെന്ന് അറിയോ? അനന്തവേട്ടൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച സന്തോഷം അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. ആ ദിവസം അന്ന് മുതൽ ഞാൻ ഒരു സ്വപ്നലോകത്താണ്. എനിക്ക് തോന്നുന്നത് ഒരു നിമിഷം അവൻ മൗനം പൂണ്ടു. അനന്തവേട്ടന് പഠിക്കാൻ പോണ്ടേ? ഞാൻ ഡിസ്റ്റൻസായിട്ടല്ലേ പഠിക്കുന്നത്. എന്നും പോകണമെന്നൊന്നുമില്ല. പരീക്ഷ എഴുതാൻ മാത്രം ചെന്നാൽ മതി. എങ്കിലും നാളെ ഒന്ന് പോകണം. ആണോ? അപ്പോൾ ഞാൻ പോകുന്ന ബസ്സിന് വരുമോ? അതെന്തിനാ? ഞാൻ വണ്ടിക്കാണ് പോകുന്നത്. എനിക്ക് വേണ്ടി പ്ലീസ് ഒന്നും സംസാരിക്കണ്ട. ഞാൻ പോകുന്ന ബസ്സിലുണ്ടെന്ന് അറിഞ്ഞാൽ മതി. എൻ്റെ കോളേജിൻ്റെ അടുത്ത് തന്നെയല്ലേ പഠിക്കുന്നത്? കോളേജിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങുകയും ചെയ്യാമല്ലോ. നീ എന്തൊക്കെയാ പറയുന്നത്? ഇതൊക്കെ പരമ പൈങ്കിളിയാണ്. എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല. പ്ലീസ് പ്ലീസ്, അവൾ കൊഞ്ചും പോലെ പറഞ്ഞു. നീ ഒന്ന് പോയേ. എൻ്റെ കയ്യിൽ ഒന്നാമതേ കാശ് പോലും ഇല്ല. അത്രയ്ക്ക് കാശാവോ ബസ്സിൽ വരാൻ? നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല എൻ്റെ ജീവിതം. ഞാൻ ഇടയ്ക്കിടെ എന്തെങ്കിലും പണിക്കൊക്കെ പോയിട്ടാണ് കുറച്ച് പോക്കറ്റ് മണി ഒപ്പിക്കുന്നത്. ഇതിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ. കാശൊക്കെ അറ്റപ്പറ്റയാണ്. ഉച്ചയ്ക്ക് പുറത്തു നിന്നാണോ കഴിക്കുന്നത്? പിന്നല്ലാതെ. അമ്മ തന്ന് വിടാറില്ലേ? വാങ്ങാറില്ല. എവിടെയോ നോക്കി അവനത് പറഞ്ഞപ്പോൾ ഇനി അതിനെപ്പറ്റി സംസാരിക്കുന്നത് അവൻ ഇഷ്ടമല്ലെന്ന് തോന്നിയതുകൊണ്ട് അവൾ ഒന്നും പറഞ്ഞില്ല. ശരി, ബസ്സിൽ വരണ്ട. നാളെ ക്ലാസ്സിൽ പോകുന്നതിന് മുൻപ് നമ്മുടെ കാവിൻ്റെ അടുത്തേക്ക് വരുമോ? അന്നേരം കാണാമല്ലോ. ഇപ്പോൾ കണ്ടില്ലേ? ഇനി എപ്പോഴും കാണുന്ന എന്തിനാ? എപ്പോഴും കണ്ടാൽ നിനക്ക് മടുക്കില്ലേ? ഒരു ജന്മം മുഴുവൻ കണ്ടാലും മടുക്കാത്തൊരു മുഖമുണ്ട് എനിക്ക്. എങ്കിൽ അതിതാണ്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഒരു നിമിഷം മറുപടി പറയാൻ അവനും ഒന്നും ഉണ്ടായിരുന്നില്ല. തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ആരാധനയോടിരിക്കുന്ന പെൺകുട്ടികളിൽ നിന്നും മുഖം മറയ്ക്കാനാണ് ആ നിമിഷം അവൻ ശ്രമിച്ചത്. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഒന്ന് കാണാനായിരുന്നു. നാളെ രാവിലെ വരുമോ? എന്തിനാ കൊച്ചേ? ഇപ്പോൾ നമ്മൾ കണ്ടു.
ഇനി നാളെ രാവിലത്തേക്ക് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതിനിടയിൽ വീണ്ടും ആവശ്യം എന്താ? അയ്യോ, എനിക്ക് കാണാൻ വേണ്ടിയല്ല, വേറൊരു കാര്യത്തിന് വേണ്ടിയാണ്. ഒന്ന് വരുമോ? ആ, നോക്കട്ടെ. അങ്ങനെ പറയുമ്പോൾ അവന് തന്നെയായിരുന്നു അത്ഭുതം തോന്നിയത്. ഇങ്ങനെയൊന്നും ഹരിതയ്ക്ക് മുൻപിൽ പോലും ഭാഷയ്ക്ക് നിന്ന് കൊടുത്തിട്ടില്ല. പിന്നെ എന്താണ് ഇവൾക്ക് മാത്രം ഒരു പ്രത്യേകത? അവൾ തന്നിൽ അത്ര വലിയ ആധിപത്യം ഉറപ്പിച്ചു. അനന്തുവേട്ടന് എന്നെ ശരിക്കും ഇഷ്ടമല്ലേ? അവൻ്റെ കൈകൾക്ക് മുകളിലേക്ക് തൻ്റെ കൈ വെച്ചുകൊണ്ട് അവൾ ചോദിച്ചപ്പോൾ ഒരു നിമിഷം ഒന്ന് കൈ പിൻവലിക്കാൻ ശ്രമിച്ചിരുന്നു അവൻ. അത് മനസ്സിലാക്കിയെന്നോണം അവളുടെ മുഖത്ത് കാർമേഘങ്ങൾ നിറയുന്നത് അവൻ കണ്ടു. അതുകൊണ്ട് തന്നെ അവൻ കൈ അനക്കാതെ അവിടെ തന്നെ വെച്ചു. എന്താ അങ്ങനെ തോന്നിയത്? എന്നോടുള്ള സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഇഷ്ടമുള്ളതുപോലെ ഒന്നും തോന്നുന്നില്ല. എൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണോ ഇഷ്ടമാണെന്ന്? ആ ചോദ്യം അവൻ്റെ ഹൃദയത്തിലായിരുന്നു പതിച്ചത്. പലവട്ടം ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുതെന്ന്. നിന്റെ കോപ്രായങ്ങൾക്കെല്ലാം നിന്ന് തന്നിട്ടും നിനക്ക് സംശയം തോന്നുകയാണെങ്കിൽ പിന്നെ ഞാനെന്താ പറയേണ്ടത്? അല്പം ദേഷ്യത്തോടെയായിരുന്നു അത് പറഞ്ഞത്. പക്ഷെ ഹൃദയത്തിൽ നിന്നായിരുന്നു ആ മറുപടിയെന്ന് അവന് പോലും തോന്നിയിരുന്നു. ഒരു ചെറുപുഞ്ചിരിയോടെ അവൻ്റെ കരങ്ങൾക്ക് മേലെ ഇരുന്ന തൻ്റെ കരങ്ങൾ അവൾ അവൻ്റെ കൈകളിലേക്ക് ഒന്നുകൂടി മുറുക്കി പിടിച്ചു. അറിയാതെ അവൻ്റെ വിരലുകളും ഒന്ന് കോർത്തു പോയിരുന്നു. ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കിപ്പോയി. മിഴികൾ തമ്മിൽ പുണർന്ന നിമിഷം. എൻ്റെ മുഖത്ത് നോക്കി ഒരൊറ്റ വട്ടം പറയുമോ ഇഷ്ടമാണെന്ന്? ശരിക്കും ഇഷ്ടമാണെന്ന്? അവളുടെ മിഴികളിൽ നനവ് പൊടിഞ്ഞു. അപ്പോൾ ഒരു വേള തൻ്റെ ഹൃദയമൊന്ന് വേദനിച്ചോന്ന് അവന് സംശയം തോന്നി. അറിയാതെ ഏതോ ശക്തിയിൽ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു പോയിരുന്നു, ഇഷ്ടമാ, ഒരുപാട് ഇഷ്ടമാ. ആ നിമിഷം അവനെ തന്നെ നഷ്ടപ്പെട്ട നിമിഷമായിരുന്നു. വിവേകത്തിന് മുകളിൽ വികാരം തേരാളിയായ നിമിഷം. തന്നെ നിയന്ത്രിക്കുന്നത് മറ്റേതോ ഒരു ശക്തിയാണെന്ന് പോലും അവന് തോന്നി തുടങ്ങിയിരുന്നു. അന്നാദ്യമായി അവൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പുകൾ അവൾക്ക് വേണ്ടിയായിരുന്നു. അവൻ്റെ കണ്ണിൽ നിറഞ്ഞു നിന്ന പ്രണയം അവൾക്ക് വേണ്ടിയായിരുന്നു. ശ്രീകോവിലിൽ നിന്നും ഉയർന്ന മന്ത്രോച്ചാരണങ്ങളും കർപ്പൂരഗന്ധവും ഒന്നും അവരറിഞ്ഞിരുന്നില്ല. പ്രണയം മാത്രം, മനസ്സിൽ തിങ്ങി നിറയുന്ന പ്രണയം, ഹൃദയത്തിലേക്ക് നടത്തുന്ന പ്രണയം. മതി, എനിക്കിത് മാത്രം കേട്ടാൽ മതി. അവൻ്റെ തോളിലേക്ക് അപ്രതീക്ഷിതമായി അവൾ ചാരിയിരുന്നപ്പോൾ ഒരു നിമിഷം ഒന്ന് പകച്ചിരുന്നു അവൻ. എങ്കിലും എന്തോ ഒരു ഉൾപ്രേരണയാൽ അവളുടെ കൈകളിൽ അവൻ്റെ കരങ്ങൾ മുറുകിയിരുന്നു. ബുദ്ധിയല്ല, വികാരം മാത്രമാണ് ഈ നിമിഷം തന്നെ നയിക്കുന്നതെന്ന സത്യം ആനന്ദുവിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. എത്രയൊക്കെ നിയന്ത്രിച്ചിട്ടും ഉള്ളിൽ എവിടെയോ ഒരു സ്ഥാനം അവൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഉള്ളിൽ എവിടെയോ എന്നല്ല, ഉള്ളിൽ മുഴുവൻ അവളാണ്. അല്ലെങ്കിൽ അവൾ മാത്രമേ ഉള്ളൂ താനും. ആ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്. സമയം ഒരുപാടായി, ഇങ്ങനെ ഇരുന്നാൽ മതിയോ, പോണ്ടേ? അവൻ തന്നെയാണ് ആ ചോദ്യം ചോദിച്ചത്. എനിക്കിങ്ങനെ ഇരിക്കാൻ തോന്നുന്നു അനന്തുവേട്ട, കുറേ നേരം. അവനിലേക്ക് കുറുകിയിരുന്നവൾ പറഞ്ഞു. ആരെങ്കിലും കണ്ടുകൊണ്ട് വന്ന പ്രശ്നമാകും ദിവ്യ. നാളെ കാണാം, ഞാൻ വരാം രാവിലെ. സമാധാനമായിട്ട് ചെല്ലു, നീ പൊയ്ക്കോ. അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞപ്പോൾ സ്വർഗം നേടിയവളുടെ സന്തോഷത്തോടെയാണ് അവൾ എഴുന്നേറ്റത്. കുറച്ചു സമയം കൂടി അനന്തു അവിടെയിരുന്നു. കുളത്തിൽ നീന്തി കളിക്കുന്ന പരൽമീനുകളെ നോക്കി. തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അവനോട് തന്നെ ചോദിച്ചു. മറ്റൊരുവനെ വിധിക്കപ്പെട്ടവളാണെന്ന്. എന്നിട്ടും എന്തിന് തൻ്റെ ഉള്ളം അവൾക്ക് വേണ്ടി കൊതിക്കുന്നു? ഇനിയും ഒരു വേർപാട് തന്നെ തച്ചുടച്ച് കളയാൻ ശേഷിയുള്ളതായിരിക്കും. എന്നിട്ടും എന്തുകൊണ്ട് താൻ ചിന്തിക്കുന്നില്ല? പിരിയേണ്ടവരാണ്. ഹൃദയം നൽകി സ്നേഹിക്കാൻ പാടില്ല. അഭിനയിക്കാൻ വിളിച്ചവനാണ്. തൻ്റെ ജോലി തീർത്ത് പോവുകയാണ് വേണ്ടത്. പക്ഷെ സാധിക്കുന്നില്ല. ഹൃദയത്തിലൊരു കൊളുത്ത് വീണു. ഒരു പ്രണയനൂലാൽ അവൾ തന്നെ ബന്ധിച്ചിരിക്കുന്നത് പോലെ. അവളുടെ സാന്നിധ്യത്തിൽ തൻ്റെ ഹൃദയം വല്ലാതെ തരളിതമാവുന്നുണ്ട്. പ്രണയലാളനകൾ കൊതിക്കുന്നുണ്ട്. തനിക്ക് വേണ്ടി ഈശ്വരൻ കണ്ടെത്തിയതാണ് അവളെ എന്ന് ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ. വഴിതെറ്റി വന്ന ഈ വസന്തം തന്നിൽ വീണ്ടും പ്രണയപുഷ്പങ്ങളെ വിടർത്തുമോ? പക്ഷേ നഷ്ടവസന്തത്തിൻ്റെ സ്മൃതികൾ ബാക്കിയാണിന്നും. ശിശിരമടർത്തിയിട്ട ഇലകൾ അവശേഷിക്കുന്നു. എങ്കിലും വിട്ടുപോകാൻ മടിക്കുന്ന ഒരു ഹേമന്തമുള്ളിൽ ഇരമ്പുന്നു. വീണ്ടും ഒരു വേർപാട് തന്നെ കാത്തിരിക്കുന്നത് എങ്കിൽ ആ നഷ്ടത്തിന് തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള കഴിവുണ്ടാകുമെന്നും അവനറിയാമായിരുന്നു. പക്ഷെ മനസ്സിൻ്റെ കടിഞ്ഞാൺ എവിടെയോ നഷ്ടമായിരിക്കുന്നു. ഏത് നിമിഷം മുതലാണ് അവൾ തന്നിൽ ആധിപത്യം ഉറപ്പിച്ചത്? എപ്പോൾ മുതലാണ് താൻ അവളെ പ്രണയിച്ചു തുടങ്ങിയത്? അറിയില്ല. പക്ഷെ ഒന്ന് ഉറപ്പാണ്, ഇപ്പോൾ താൻ പ്രണയത്തിലാണ്. ഇരട്ടി വീണപ്പോഴാണ് സന്ധ്യ ഇരവിന് വഴിമാറിയെന്ന് പോലും അവന് മനസ്സിലായത്. അവിടെ നിന്നും എഴുന്നേറ്റ് യാന്ത്രികമായി പുറത്തേക്ക് നടക്കുമ്പോഴും കിരൺ ഓടി അരികിൽ വന്നിരുന്നു. നീ എവിടെയായിരുന്നു? എത്ര സമയം നിന്നെ വിളിച്ചു? അവൻ പറഞ്ഞതുപോലും അനന്തു കേട്ടില്ലെന്ന് തോന്നി. അവൻ്റെ കണ്ണിലും ഉള്ളിലും അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നന്ദു, ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ?
അവൻ്റെ തോളിൽ പിടിച്ചുലച്ചാണ് അവനത് ചോദിച്ചത്. എന്താ ചോദിച്ചേ? നീ എന്താ ഇത്ര നേരം കേട്ടത്? നീ എവിടെയായിരുന്നു? ഞാൻ നിന്നെ കുറേ നേരിട്ട് ഫോണിൽ വിളിക്കുകയായിരുന്നു. ഞാൻ കേട്ടില്ല. ഞാൻ ദിവ്യയോട് സംസാരിക്കുകയായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ കിരണേ? അവൻ പെട്ടെന്ന് ഗൗരവത്തോടെ തിരക്കി. നീ കാര്യം ചോദിക്കടാ. ഞാൻ അവളെ കെട്ടിയാലോ എന്ന് ആലോചിക്കാം. ഒരു നിമിഷം അവൻ്റെ മറുപടിയിൽ കിരൺ അന്താളിപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ? ഇത് തമാശ പറയാനുള്ള കാര്യമല്ലെന്ന് നിനക്കറിയാലോ. അവളൊരു പാവമാണടാ. ശരിക്കും എന്നെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം. അവളെ ചതിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ ഇവളെ കല്യാണം കഴിക്കട്ടെ? ഗൗരവമൊക്കെ മാറ്റിവെച്ചുള്ള അവൻ്റെ ചോദ്യം കിരണിനെ അത്ഭുതപ്പെടുത്തി. ഞാൻ നിന്നോട് ആദ്യം തൊട്ടേ പറഞ്ഞില്ലേ, നിനക്കിഷ്ടമാണെങ്കിൽ നീ അങ്ങ് കെട്ടണം. മാത്രമല്ല മറ്റവൻ തരാമെന്ന് പറഞ്ഞ നക്കാപ്പിച്ചൊന്നുമല്ല. അതിനെ കിട്ടിയാലുണ്ടല്ലോ നിനക്ക് ലാഭമാടാ. ആ പെണ്ണിൻ്റെ തന്തയുടെ കയ്യിൽ ഊത്ത കാശാണ്, കിരൺ ഉത്സാഹത്തോടെ പറഞ്ഞു. ഭച്ചറ്റെ, ഞാൻ ഇത്രയും സീരിയസ് ആയി പറഞ്ഞപ്പോൾ നീ അതെൻ്റെ അത്യാഗ്രഹമായിട്ടാണോടാ പട്ടി കാണുന്നത്? ഒന്നും വിചാരിച്ചിട്ടല്ല. എനിക്ക് അവളെ മതി. അവളുടെ കളങ്കമില്ലാത്ത സ്നേഹം മതി. ഞാൻ നിറഞ്ഞു നിൽക്കുന്ന ആ മനസ്സ് മതി. അവന് ദേഷ്യം വന്നിരുന്നു. എങ്കിൽ പിന്നെ നീ അങ്ങ് കെട്ടണം. പക്ഷെ അവനോട് എന്തു പറയും? അനന്തു ചോദിച്ചു. അവനോട് പോയി പണി നോക്കാൻ പറയടാ. പക്ഷെ എന്തെങ്കിലും എനിക്ക് അവളോടുള്ളത് അഭിനയമായിരുന്നു എന്ന് അവൾ അറിഞ്ഞാലോ? അന്നവൾ എന്നെ ഇട്ടിട്ട് പോയാലോ? അവന് സംശയമായി. അതൊന്നും അറിയാൻ പോകുന്നില്ല. അഥവാ എന്തെങ്കിലും അറിഞ്ഞാലും നീ എന്തെങ്കിലും കള്ളം പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യണം. കിരണിൻ്റെ വാക്കുകൾ അവനിൽ അല്പം ശക്തി പകർന്നിരുന്നു. എങ്കിലും മനസ്സിൽ അവൾ ഇക്കാര്യം അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന സംശയമായിരുന്നു നിലനിന്നിരുന്നത്. ഈ അച്ചാറും ചമ്മന്തിപ്പൊടിയും ഒക്കെ വയ്ക്കടാ. ബാഗിലേക്ക് ഓരോന്ന് വയ്ക്കുന്നതിനിടയിൽ വിഷമത്തോടെ വീണ വിവേകിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എൻ്റെ പേടി ചേട്ടൻ ദിവ്യയ്ക്ക് വേറെ കല്യാണം ആലോചിക്കുമെന്നാണ്. വിഷമത്തോടെ വീണ പറഞ്ഞു. എനിക്കാ പേടിയൊന്നുമില്ല. ഇനി 1 വർഷം നോക്കാമെന്ന് പറഞ്ഞ അമ്മാവൻ സമ്മതിക്കും. അതിനു മാത്രം അവൾക്ക് വലിയ പ്രായമൊന്നും ആയില്ലല്ലോ. 21 തുടങ്ങുന്നേ ഉള്ളൂ. അവൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഞാനിങ്ങി വരില്ലേ? അത് ഞാൻ അമ്മാവനോട് പറഞ്ഞോളാം. ഇതിൻ്റെ പേരിൽ അമ്മാവൻ എന്നെ വേണ്ടെന്ന് വെച്ച് വേറെ ആരെങ്കിലും കൊണ്ട് അവളെ കെട്ടിക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞ അമ്മാവന് മനസ്സിലാവും. പറയണ രീതിക്ക് ഞാൻ പറഞ്ഞോളാം. അതും പറഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു. ആ ബൈക്ക് നിർത്തിയത് അമ്മാവൻ്റെ കടയിലായിരുന്നു. പതിവില്ലാതെ കടയിലേക്ക് കയറി വരുന്ന മരുമകനെ ഒരു സംശയത്തോടെയാണ് വിശ്വൻ നോക്കിയത്. പിന്നെ അവൻ്റെ അരികിലേക്ക് വന്നു. എന്താ മോനെ പതിവില്ലാതെ? ഞാൻ അമ്മാവനെ കണ്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താ മോനെ പറ. അത് അമ്മാവ, ഇക്കൊല്ലം തന്നെ ദിവ്യയുടെ കല്യാണം നടത്തണമെന്ന് അമ്മാവന് നിർബന്ധമുണ്ടോ? ആ ചോദ്യത്തിന് എന്തോ മറുപടി പറയണമെന്ന് വിശ്വൻ അറിയുമായിരുന്നില്ല. എന്താ മോനെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വേറെയൊന്നുമല്ല മാമ, എനിക്കൊരു വർഷം കൂടി കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് ട്രാൻസ്ഫർ കിട്ടും. ഇന്നലെ ഞാൻ HR-നെ വിളിച്ചിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും എനിക്ക് ജോലി കിട്ടും. അങ്ങനെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അന്യനാട്ടിൽ പോയി കിടക്കുമ്പോൾ നമുക്കൊരു വിലയില്ല. മാത്രമല്ല എനിക്ക് തന്നെ അവിടെ വലിയ പരിചയമില്ല. ഞാൻ ദിവ്യയെ കൊണ്ട് അവിടേക്ക് ചെന്നാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ ആഗ്രഹം നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കണമെന്നാണ്. ഒന്നുമില്ലെങ്കിലും കേരളത്തിലെവിടെയെങ്കിലും തന്നെ എനിക്ക് പോസ്റ്റിംഗ് കിട്ടും. 1 വർഷത്തെ കാലാവധി കൂടെ ഉള്ളൂ. അപ്പോഴേക്കും അവളൊന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യട്ടെ. അവൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ എൻ്റെ കമ്പനിയിൽ തന്നെ എനിക്ക് എന്തെങ്കിലും ജോലിയൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റും. അമ്മാവൻ്റെ അഭിപ്രായം എന്താ? അതറിഞ്ഞിട്ട് വേണം എനിക്ക് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. അവനത് പറഞ്ഞപ്പോൾ കൂടുതലൊന്നും വിശ്വൻ ആലോചിക്കാനുണ്ടായിരുന്നില്ല. ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് തന്നെയാണ് നല്ലത്. ഇവിടെ തൊട്ടടുത്ത് മോളുള്ളപ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലോ. ഒരാവശ്യം വന്നാൽ ഒന്ന് ഓടി വരാൻ അവൾ അടുത്തുണ്ടാവുന്നതല്ലേ സന്തോഷം. 1 വർഷം അത്ര വലിയ കാര്യമൊന്നുമല്ല. 1 വർഷം കൊണ്ട് അവൾ ആ ഡിഗ്രി പൂർത്തിയാക്കി കഴിഞ്ഞാൽ വിവാഹം കഴിപ്പിക്കാനായിരുന്നു എൻ്റെ കണക്ക്. അപ്പോൾ വീട്ടിലായിരുന്നല്ലോ നിർബന്ധം. മോനോട് എങ്ങനെ ഇത് പറയുമെന്നായിരുന്നു എൻ്റെ ബുദ്ധിമുട്ട്. ഇതിപ്പോൾ മോനായി ഇങ്ങോട്ട് പറഞ്ഞ സ്ഥിതിക്ക് അതുതന്നെയാണ് നല്ലത്. 1 വർഷം കൊണ്ട് വിവാഹം നടന്നാൽ മതി. ആ മറുപടി വിവേകിന് വലിയ ആശ്വാസമായിരുന്നു നൽകിയത്. കാര്യങ്ങളൊക്കെ അവൻ വിചാരിച്ച വഴിയിലൂടെ വരുന്നുണ്ടെന്ന് അവന് മനസ്സിലായിരുന്നു. ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.